നമസ്കാരം. കണ്ണൂരിലെ കൈവിട്ട കളി ഇങ്ങ് തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. ആരാദ്യം ആരധികം എന്ന കണക്കുകളിൽ ഇഞ്ചോടിഞ്ച് മത്സരിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും. കൊടിമരം തകർത്തതിൽ തുടങ്ങി പാർട്ടി ആസ്ഥാനത്തേക്കും പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ വീട്ടിലേക്കും നീളുന്ന ആക്രമണങ്ങളിൽ പക്ഷേ ഇത്തവണ CPM പ്രതിരോധത്തിലാണ്. കല്ലും പടിയുമായി കുമ്മനം കിടന്നുറങ്ങുന്ന പാർട്ടി ആസ്ഥാനത്തെത്തിയത് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയാണ്. കഴിഞ്ഞ ആക്രമണങ്ങളിൽ തെളിവെവിടെ എന്ന് ചോദിച്ച സർക്കാരിന് മറുപടിയായി കരുതി വെച്ച ദൃശ്യങ്ങൾ എടുത്തുകാട്ടി ഇത്തവണ ടീം കുമ്മനം. ക്യാമറയിൽ കുടുങ്ങിയത് BJP ആസ്ഥാനത്തെ കൊതുകിനെ തുരത്താൻ ഫോഗിംഗ് നടത്തി വാർത്തയിൽ നിറഞ്ഞ CPM കൗൺസിലറും DYFI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ IP ബിനുവും SFI ജില്ലാ സെക്രട്ടറി പ്രജിനും. പേരിന് കാവൽ നിർത്തിയ പോലീസുകാരെയും ഇവർ കൈകാര്യം ചെയ്തു. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ആക്രമിച്ച് അങ്ങനെ നിങ്ങളുടെ നേതാക്കൾ വഴിയിലിറങ്ങി നടക്കുന്നത് കാണാം എന്നാണ് K. സുരേന്ദ്രന്റെ വെല്ലുവിളി. കൈക്കരുത്തു കാട്ടാൻ കഴിവുണ്ടെന്ന് പറയാൻ V. മുരളീധരനും മറന്നില്ല. തൊട്ടുപിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ വീട്ടിലേക്ക് കുപ്പിയും കല്ലുമായി വെല്ലുവിളിക്കാരെത്തി. ചാലയിൽ CITU പ്രവർത്തകന് വെട്ടേൽക്കുകയും ചെയ്തു. പ്രകോപനത്തിൽ വീഴരുതെന്ന് പ്രവർത്തകരോട് ആവർത്തിച്ചും ക്യാമറയിൽ പതിഞ്ഞവരെ സസ്പെൻഡ് ചെയ്തും കോടിയേരി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂപ്പർ പ്രൈം ടൈം CPM BJP നേതൃത്വങ്ങളോട് ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ ഇവയാണ്. 1. BJP ആസ്ഥാനത്തേക്ക് 3 തവണ നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കു. 2. ആക്രമണങ്ങളുടെ ആസൂത്രണം AKG സെന്ററിലാണെന്ന BJP ആരോപണത്തിന് CPMന് മറുപടിയുണ്ട്. 3. BJPയുടെ മെഡിക്കൽ കോഴ ആരോപണത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനോ തലസ്ഥാനത്തെ കയ്യാങ്കളി. 4. CPMന്റെ 10ഓളം പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ നടന്ന ആക്രമണമാണ് പ്രകോപനമെന്ന CPMന്റെ ആരോപണത്തിന് BJPക്ക് മറുപടിയുണ്ട്. 5. കോവളം കൊട്ടാരം കൈമാറൽ വിവാദത്തിൽ നിന്നും രക്ഷപ്പെടാൻ CPMും മറുതന്ത്രം മെനയുകയായിരുന്നു. 6. അക്രമികളെ കസ്റ്റഡിയിലെടുപ്പിച്ചും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തും CPM കാട്ടിയ മാതൃക BJPയും പിന്തുടരും.